വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റുകളാണ് കാണിച്ചിരുന്നത്. റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ള ബ്രേസ്ലെറ്റുകളാട്ടോ. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വോവ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ലിങ്കും ഉണ്ടാവും. പിന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും സാവേരി പേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഇവരുടെ ബ്രേസ്ലെറ്റ് ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ അവർക്ക് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് 2 ബ്രേസ്ലെറ്റിൻ്റെ കോംബോ ആണ്. പിന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള ബ്രേസ്ലെറ്റുകളൊക്കെ ഒറ്റ ഒരു സൈസിലേ അവൈലബിൾ ആയിട്ടുള്ളൂ. റിസ്റ്റ് നന്നായി തടിയുണ്ടെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റുകൾ പാകമാവത്തില്ല കേട്ടോ. അപ്പോൾ ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത്. ഇതിലാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 439 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ. കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ലാഭം. പിന്നെ ഇന്ന് ഞാൻ കോംബോ ആയിട്ടുള്ളതും കാണിച്ചു തരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ളതും കാണിച്ചു തരുന്നുണ്ട്. ചിലത് എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയില്ല. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനിൽ വരുന്ന ബ്രേസ്ലെറ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതാണെങ്കിൽ വീതി കുറഞ്ഞതാട്ടോ. വെച്ച് കാണിച്ചു തരാം, കണ്ടോ. ഇതാണെങ്കിൽ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണിത്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 399 റുപ്പീസിനാട്ടോ. ഇതിലാണെങ്കിൽ പെർഫ്യൂംസ് ലോഷൻസ് ഒന്നും തട്ടല്ല. പിന്നെ അത് ഷവർ ചെയ്യുമ്പോഴൊക്കെ അഴിച്ചു വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായി കെയർ ചെയ്താൽ ഈ ജ്വല്ലറി അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് ജ്വല്ലറി ബോക്സിലോ അല്ലെങ്കിൽ സീൽഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗില്ല അതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ലോഞ്ചിവിറ്റി. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 399 റുപ്പീസിനാണ്. അടുത്ത 2 ബ്രേസ്ലെറ്റിൻ്റെ കോംബോ ആണ്. 2 ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് കേട്ടോ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞ് സ്റ്റോൺസ് ഉണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ പേളും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 കൂടി ഞാൻ പർച്ചേസ് ചെയ്ത് 469 റുപ്പീസിനാണ്. അടുത്ത ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. റൗണ്ട് ഷേപ്പ്, ചുറ്റും മൊത്തം ഇങ്ങനെ വൈറ്റ് സ്റ്റോൺസ്, നടുക്കൊരു പേളും. നല്ല ബ്യൂട്ടിഫുള്ളാട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 299 റുപ്പീസിനാണ്. അടുത്തത് ഈ ഹാർട്ട് ഷേപ്പിലുള്ള ബ്രേസ്ലെറ്റാണ്. 2 ഹാർട്ട്സാണ് വരുന്നത്. കുഞ്ഞു സ്റ്റോൺസും ഉണ്ട്, വലിയ സ്റ്റോണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 330 റുപ്പീസിനാണ്. അടുത്തത് ഈ 2 ബ്രേസ്ലെറ്റാണ്. ഇതാണെങ്കിൽ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഡിസൈനാണ് ആൻഡ് പേൾസും വരുന്നുണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ റൈറ്റിംഗ് ഉണ്ട്, ലവ് എന്ന് പറഞ്ഞിട്ട്. അറ്റത്ത് ഹാർട്ട്സ് ഉണ്ട്. അടുത്തത് ഈ ഒരു ബ്രേസ്ലെറ്റാണ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺസും പേൾസും ആണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 300 റുപ്പീസിനാണ്. അടുത്ത ചെറുതായി ഹെവി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആട്ടോ. ഇതിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺസും ഉണ്ട്. പിന്നെ ഒരു മെഷ് ടൈപ്പ് ഡിസൈൻ ഉണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 399 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.